ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ ഡിസൈനാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. ഗിൽറ്റർ ഫോം ഷീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റിക്കർ ഉള്ളതും സ്റ്റിക്കർ ഇല്ലാത്തതും എടുക്കാം. സ്റ്റിക്കർ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്ന ടൈപ്പ് ആയത് കാരണമാണ്. അതായത് ആ ബാക്കിൽ പേപ്പർ ഉണ്ടല്ലോ, അത് റിമൂവ് ചെയ്യുന്ന ഒരു ഷീറ്റാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇത് ഓൾറെഡി ഞാൻ ചെയ്തൊരു മോഡലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 2 ദിവസം ആയിട്ടുള്ള ഈ ഒരു മോഡലിൽ ട്രൈ ചെയ്തിട്ട്. നമ്മൾ ബട്ടർഫ്ലൈ വെച്ചിട്ട് ഒരുപാട് മോഡൽസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് വെച്ച് ഒരു ചെറിയ രീതിക്ക് ഒരു വ്യത്യാസം എന്ന് മാത്രമേ പറയാറുള്ളൂ. ഒരു ചെറിയൊരു സംഭവം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ, എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് ബട്ടർഫ്ലൈൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈൻ്റെ ടെംപ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലൊരു ബട്ടർഫ്ലൈ വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ അതിനെയും വെച്ച് കുഞ്ഞു ബട്ടർഫ്ലൈയും കൂടെ നമ്മൾ ഈ ഒരു യെല്ലോ ഷീറ്റിലും വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡബിൾ കളറായിട്ടാണ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ കളറിൽ ചെയ്തിട്ട് അതിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ കോമ്പിനേഷൻ മീൻസ് വല്ല സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും നന്നായിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ ഗ്രീൻ ആൻഡ് യെല്ലോ തീമിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ ടെംപ്ലേറ്റ് ഇല്ലാതെ വരയ്ക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചോളുക. ഇല്ല, ചിലപ്പോൾ ചിലവർക്ക് വരയ്ക്കാൻ അറിയും, പക്ഷേ എല്ലാ സൈഡും എന്നെപ്പോലെ ഒരേപോലെ കിട്ടണമെന്നില്ല. എനിക്ക് വരയ്ക്കാൻ കുറച്ചൊക്കെ അറിയാം, പക്ഷെ എന്നാലും എനിക്ക് ഏതെങ്കിലും ഒരു സൈഡ് കുറച്ചൊന്ന് വലുതോ ചെറുതോ ആയിപ്പോകും. അങ്ങനെ വരയ്ക്കാൻ അറിയുന്നവർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് കുറച്ച് എന്താ പറയുക, നല്ല പെർഫെക്ഷനിൽ കിട്ടില്ല വരയ്ക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ബട്ടർഫ്ലൈ ആണെങ്കിലും ഒരു ഫ്ലവർ ആണെങ്കിലും എല്ലാം ടെംപ്ലേറ്റ് എടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ബട്ടർഫ്ലൈൻ്റെ ആണെങ്കിലും ഫ്ലവേഴ്സിൻ്റെ അതുപോലെ തന്നെ വേറെ ടെംപ്ലേറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കിക്കോളൂ എങ്ങനെയാണ് ഈ ബട്ടർഫ്ലൈൻ്റെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണത് വരയ്ക്കുക, കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. യെല്ലോയും നമ്മുടെ ഗ്രീനും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആക്ച്വലി യെല്ലോ വന്നിട്ട് നോൺ സ്റ്റിക്കിയാണ്, അതായത് സ്റ്റിക്കർ ഇല്ല ബാക്കിൽ, സ്റ്റിക്കർ ഇല്ലാത്ത ടൈപ്പും ഈ ഗ്രീൻ മാത്രമാണ് സ്റ്റിക്കർ ഉള്ള ടൈപ്പായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ നിങ്ങൾ റിമൂവ് ചെയ്യുക. ഇപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അതായത് അതിൽ പശി ഉണ്ടാവും. ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യുമ്പോൾ പശി ഉണ്ടാവില്ല. ആ പശി നിങ്ങൾ എങ്ങനെ റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗഡറിൽ ഏതെങ്കിലും ഒരു പൗഡർ, നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ ഒരു പൗഡർ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ബാക്കിൽ ആ പശയൊക്കെ റിമൂവ് ആയി പോകും കേട്ടോ. ഇത് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഈ ഒട്ടുന്ന ഈ പശ എങ്ങനെയാണ് നമുക്ക്, അതായത് നമ്മൾ തൊടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടും. അങ്ങനെ ഒട്ടാൻ പാടില്ല, ബിക്കോസ് നമ്മൾ തലയിൽ വെക്കുന്നത് കാരണം മുടിയും ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ പൗഡർ ഇട്ടത് കണ്ടോ, ഇതുപോലെ പൗഡർ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ എല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലും അതുപോലെ 2 ചെറുകിൻ്റെ അവിടെയും പൗഡറൊക്കെ ഇട്ട് നന്നായി സെറ്റ് ചെയ്ത് തേച്ച് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ ആ ഒട്ടിപ്പിടിക്കുന്ന പശയൊക്കെ റിമൂവ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നോർമൽ ഫോം ഷീറ്റ്, സ്റ്റിക്കർ ഇല്ലാത്ത ഫോം ഷീറ്റ് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഗിൽറ്റർ ഷീറ്റിൻ്റെ ഫ്രണ്ട് വശത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൈ കൊണ്ടാണെങ്കിൽ തുടച്ചു കൊടുക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ നമ്മുടെ യെല്ലോ കളർ ബട്ടർഫ്ലൈ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. അതിന് മുമ്പ് നമുക്ക് യെല്ലോ കളർ കുഞ്ഞു ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, അതായത് ഈ ഗ്രീനിന് വെച്ച് കുറച്ച് ചെറുത്, അത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അയൺ ബോക്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അയൺ ബോക്സിൽ വെച്ച് ഇത് ഈ ഫോം ഷീറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തുണി അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അയൺ ബോക്സ് നന്നായിട്ട് വേറൊരു ക്ലോത്തും കൊണ്ട്, വേസ്റ്റ് ക്ലോത്ത് എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് മാത്രമാണ് നിങ്ങൾക്ക് മറ്റൊരു തുണിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ തുണി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, കേടുവന്ന് പോകും. ദയവേത് അത് തന്നെ ഫോം ഷീറ്റൊക്കെ അയൺ ബോക്സിൽ യൂസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് അങ്ങനെ അതെടുത്തിട്ട് നല്ല ഡ്രസ്സുകളൊന്നും പോയി അയൺ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ നമ്മൾ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരു രൂപത്തിൽ എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് അങ്ങനെ ഫ്ലെക്സിബിൾ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. മറ്റേതാണെങ്കിൽ പ്ലെയിൻ നമ്മൾ അയൺ ബോക്സിലിട്ട് ചൂടാക്കിയില്ലെന്നുണ്ടെങ്കിൽ വടി പോലെ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെ കിട്ടാതെ നമുക്ക് ഇങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഒരു കുഞ്ഞു ഫോം ഷീറ്റ് ഞാൻ ഗ്രീൻ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഇത് 2ആക്കി കട്ട് ചെയ്യുക. അത് നിങ്ങൾ സൈസ് നമ്മുടെ ഈ സെൻറ്ററിൽ ആ ഗ്രീൻ കളർ ബട്ടർഫ്ലൈൻ്റെ സെൻറ്ററിൽ ഒരു കോല് പോലെ ഒരു ഇത് കണ്ടോ, അതിൻ്റെ അതേ സൈസിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിന് വെച്ച് സൈസ് കുറഞ്ഞാലും കുഴപ്പമില്ല, സൈസ് കൂടരുത് ഈ കുഞ്ഞു പീസ് വന്നിട്ട്. എന്നിട്ട് നമ്മുടെ ഗ്ലൂ ഗണ്ണ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഗണ്ണ് എനിക്ക് ഇനിയും നേരാക്കാൻ സമയം കിട്ടില്ല, ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ഇനി അതുകൊണ്ട് ആരും നെഗറ്റീവ് അടിക്കരുത്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഗ്ലൂ ഗണ്ണ് ഒരു ഷീറ്റിൽ എന്തെങ്കിലും ഒരു ഇത്
ഒരു അട്ടക്കടലസിലൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ മേലെ ആയിരിക്കും നമ്മൾ ഗ്ലൂ ഗൺ ഓൺ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ആ ഗ്ലൂ ഇങ്ങനെ ഒലിച്ച് അങ്ങനെ ഗ്ലൂ ഗണ്ണിൽ ഫുള്ളാവാണ്. നമുക്ക് ക്ലീൻ ചെയ്ത് നിന്ന് പ്രാന്ത് വന്നു പോകും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. മുടിയൊക്കെ കൊട്ടിയിട്ടുണ്ട്, സോറി കേട്ടോ. എന്തായാലും ഞാൻ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കുഞ്ഞു പീസായിട്ട് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഗ്രീൻ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, വലിയ ബട്ടർഫ്ലൈയിലേക്ക് ഈ ഒരു പീസ് നമ്മൾ സെൻട്രലായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 8000 ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് എടുക്കാവുന്നതാണ്. ബട്ട് ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരും. നീറ്റായിട്ട് ഒട്ടിക്കണവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ യെല്ലോ കളർ ബട്ടർഫ്ലൈ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു 3D ഔട്ട്പുട്ടിലായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടെ മേലത്തെ ബട്ടർഫ്ലൈ കുറച്ചുകൂടെ ഇങ്ങനെ പൊന്തിയിരിക്കണം ആ ഒരു രീതിയിൽ. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് ചെയ്തത് ഈ സെൻറ്ററിൽ ആ ഒരു പീസ് വെക്കാതെ എന്താ പറയുക ഗ്രീൻ കളറിൻ്റെ മേലേക്ക് അങ്ങനെ പതിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് സെൻറ്ററിൽ ഒരു കുഞ്ഞു പീസും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങനെ പൊന്തിയിരിക്കുകയും ചെയ്യും. ഒരു 3D എഫക്റ്റ് കിട്ടുമല്ലോ. 3D എഫക്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോം ഷീറ്റിൽ തന്നെ ഗ്രീൻ കളർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി പശയുള്ളതാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടോ ഫെവി ബോണ്ട് അല്ല ഈ 8000 യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടോ, സെൻറ്റർ നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ബട്ടർഫ്ലൈയും എല്ലാം അവിടെ തന്നെ നല്ല നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇളകി വരില്ല, ഒരു വൃത്തികേടായിട്ട് നമുക്ക് തോന്നൂല്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അടിയിൽ അലിഗേറ്റർ ക്ലിപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ അടിവശത്തോടെ എടുത്തിട്ട് നിങ്ങൾക്കിത് കവർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് ഹെയർ ബാൻഡിലോ ഇല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിൽ എന്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ വേറൊരു ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബട്ടർഫ്ലൈ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒന്ന് ചിറകൊക്കെ വിടർത്ത് നിൽക്കണ പോലെ ആക്കുക. കുറച്ചുകൂടെ ഒന്ന് ചിറക് വിടർത്ത് നിൽക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ 2 ചിറകുണ്ടല്ലോ, യെല്ലോ ഫോം ഷീറ്റിൻ്റെ 2 ചിറക് അയൺ ബോക്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. ഇപ്പം കണ്ടില്ലേ, കുറച്ചൊന്ന് പൊന്തിരിക്കുന്ന ഒരു 3D എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് ആണെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. വേറെ കളർ കോമ്പിനേഷനിൽ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും. അപ്പം ഞാൻ വേറെ കളർ കോമ്പിനേഷനിൽ ചെയ്തത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം. എല്ലാവരും കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മോഡൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണണം കേട്ടോ. അതുപോലെ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും വീഡിയോ ഇടാനൊരു ഒരു ഉന്മേഷം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ആ ഗ്രീനിൻ്റെ യെല്ലോൻ്റെ ബട്ടർഫ്ലൈൻ്റെ സെൻറ്ററിൽ ഞങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ അതിൽ കൊടുത്തിട്ടില്ല, ഞാൻ പറയാമെന്ന് വിചാരിച്ചാൽ അപ്പം പറയാൻ വിട്ടുപോയി. സെൻറ്ററിൽ ഇതുപോലെ സ്റ്റോണും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും തെറ്റാ.